മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഒന്നാണ് നാടോടിക്കാറ്റ്. ശ്രീനിവാസന്റെ രചനയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത നാടോടിക്കാറ്റ് സാധാരണ മലയാളികളുടെ ജീവിതമാണ് വരച്ചു കാട്ടിയത്. ദാസനും വിജയനുമായി മോഹൻലാലും ശ്രീനിവാസനും അഭിനയിച്ച ചിത്രത്തിൽ തിലകൻ, ശോഭന, ഇന്നസെന്റ് തുടങ്ങിയ മലയാളത്തിലെ മികച്ച അഭിനയ നേതാക്കളും ഒന്നിച്ചിരുന്നു. നാടോടിക്കാറ്റിന്റെ എഡിറ്റിംഗ് വേർഷൻ ആദ്യമായി കണ്ടപ്പോൾ തനിക്കും ശ്രീനിവാസനും ചിരി വന്നില്ല എന്നും ശ്രീനിവാസനാകെ മൂഡ് ഔട്ട് ആയെന്നും സത്യനന്ദിക്കാട് പറയുന്നു. എന്നാൽ സിനിമ തിയേറ്ററിൽ നന്നായി വർക്കാകുമെന്ന് താൻ ശ്രീനിവാസന് ധൈര്യം നൽകിയെന്നും സത്യനന്ദിക്കാട് കൂട്ടിച്ചേർത്തു. ചിത്രത്തിലെ കരകാര കടലിന് മേലെ എന്ന ഗാനം ദുബായിലേക്ക് ലോഞ്ച് കയറുന്ന ദാസനെയും വിജയനെയും ഉരുവിലിരുന്ന് താളമടിച്ച് പാടുന്ന പാട്ടായി അവതരിപ്പിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. എന്നാൽ റെക്കോർഡിംഗ് വേളയിൽ പശ്ചാത്തല സംഗീതത്തോടെ പാട്ട് കേട്ടപ്പോൾ മനസ്സിലെ വിഷ്വൽ മാറി. അങ്ങനെയാണ് മണൽപ്പരപ്പിൽ ഐശ്വര്യം സ്വപ്നം കാണുന്നവരുടെ ഗാനമായി മാറിയത്. മദ്രാസിലെ PNG ഗാർഡനിലാണ് ആ ഗാനം ചിത്രീകരിച്ചത്. അങ്ങനെ പെർമിഷൻ എടുക്കാതെ മദ്രാസിലെ മൗണ്ട് റോഡിൽ ക്യാമറ ഒളിപ്പിച്ചു വെച്ചാണ് ചിത്രത്തിലെ പല സീനുകളും ഷൂട്ട് ചെയ്തത്. പല കാലങ്ങളായി ചിത്രീകരിച്ചതിനാൽ മൊത്തം സിനിമയുടെ ദൈർഘ്യം 3 മണിക്കൂറിലേറെയായി. ഒടുവിൽ കുറെ രസകരമായ സീനുകൾ കണ്ണടച്ച് വെട്ടിച്ചുരുക്കിയാണ് ചിത്രം ചെറുതാക്കിയെടുത്തത്. ഒടുവിൽ ഞാനും ശ്രീനിവാസനും സിനിമയുടെ ഫസ്റ്റ് കോപ്പി മദ്രാസിലെ പ്രസാദ് ലാബിൽ കാണുകയായിരുന്നു. എന്നാൽ ഒരു സീനിലും ഞങ്ങൾക്ക് ചിരി വന്നില്ല. പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയതോടെ ശ്രീനി മൂഡ് ഓഫ് ആയി. ഞാൻ പറഞ്ഞു, കഥ ആലോചിച്ചപ്പോഴും വായിച്ചപ്പോഴും എഡിറ്റ് ചെയ്തപ്പോഴും നമ്മൾ ചിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ കൂടെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. ഈ ചിത്രം ആദ്യമായി കാണുന്ന പ്രേക്ഷകർ എന്തായാലും ചിരിക്കും. എന്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ഞാൻ ശ്രീനിക്ക് ധൈര്യം പകർന്നു, സത്യനന്ദിക്കാട് പറഞ്ഞു.